ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ്. അപ്പോൾ ശങ്കർ നേരെ ഗൗരിയെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശങ്കർ ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശങ്കർ പറയുകയാണ്, അമ്മ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കും, പക്ഷേ എങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നണ്ടേ. അമ്മ ചുമ്മാ എന്നിട്ട് സങ്കടപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷേ അമ്മ സങ്കടപ്പെട്ടിട്ട് എന്നാ കാര്യം, എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നണ്ടേ. ഗൗരി ഇല്ലാതെ എനിക്കൊന്നിനും പറ്റില്ല ഗൗരി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് കിട്ടോ. അപ്പോൾ ശങ്കർ ആകെ പേടിച്ചു പോയി, ഇതെന്താ ഗൗരി എഴുന്നേറ്റ് പോവാണോ എന്നോർത്തിട്ട്. അല്ല ഗൗരി, നീ എവിടെ പോവാ എന്ന് ചോദിച്ചു. അയ്യോ 10 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ, നീ എവിടേക്ക് എഴുന്നേറ്റ് പോണേ എന്ന് ചോദിച്ചു. ശങ്കർ ഇവിടെ തന്നെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞു. ഗൗരി നീ എവിടേക്കാണ് പോണത്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഗൗരി നേരെ പോയത് നേരെ കിച്ചണിലേക്കാണ് കേട്ടോ. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കണം. ഇനി ഗൗരി തന്നെ പറ്റിച്ചിട്ട് പോയതാണോ, അതോ ഗൗരി എന്തെങ്കിലും പണി തന്നാണോ, ഇവളെന്തിനാ ഇപ്പോൾ അകത്തേക്ക് പോയത്, ഒന്നും മനസ്സിലാകാതെ ശങ്കർ ഇരിക്കണം. അപ്പോൾ അതേ ഗൗരി നേരെ ചെന്നു, നേരെ തവയെടുത്ത് നമ്മുടെ സ്റ്റൗവിൽ വെച്ചു. എന്നിട്ട് ശങ്കറിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഗൗരി. അപ്പോൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കി നേരെ ശങ്കറിന് കൊടുക്കാനായിട്ടാണ് പുള്ളിയുടെ പ്ലാൻ. എന്നിട്ട് ഇതേ പാൽ ചായ ഇട്ടു. അപ്പോൾ ഈ പാൽ ചായയും ദോശയും ഒക്കെ ഉണ്ടാക്കി നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് എത്തി. ശങ്കറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അത് ശരി, അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പോയതിന് ഇതിനു വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. ഗൗരി എന്തിനാ ഇത് വെറുതെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയത്, എനിക്ക് വിശക്കുന്നൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു, പിന്നെ കുറച്ച് ദാഹം ഉണ്ടായിരുന്നു, വന്ന വഴി ഒരു കരിക്കും വെള്ളം കുടിച്ചപ്പോഴത്തേനും അതും മാറി. ശങ്കർ ഇതെടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ഗൗരി, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് തീരെ വിശപ്പില്ലാന്ന്. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നണ്ടേ, തോന്നാണ്ട് പിന്നെ എങ്ങനെയാ കഴിക്കുക എന്ന് ചോദിച്ചു. നീ ഇതൊക്കെ ഒന്ന് അകത്തുകൊണ്ട് വെച്ചേ എന്ന് പറഞ്ഞു. ശങ്കർ, ഞാൻ ഇതൊന്നും തിരിച്ചു കൊണ്ടുപോവില്ല, ശങ്കറിന് വേണ്ടിയിട്ടാണ് ഞാനിതുണ്ടാക്കിയത്, ഇത് കഴിച്ചേ പറ്റൂ, കഴിച്ച് ശങ്കർ എന്ന് പറഞ്ഞു. ഗൗരി അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് വേണ്ട ഒന്നും പറയണ്ട, കഴിക്കാനാണ് പറഞ്ഞത് എന്ന് ഗൗരി ഇങ്ങനെ തർപ്പിച്ച് പറഞ്ഞപ്പോൾ ശരി, എൻ്റെ ക്രാവ് എനിക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ, എന്നാൽ കഴിക്കാം എന്ന് പറഞ്ഞാൽ വേഗം തന്നെ കയ്യിലെടുത്തിട്ട് ദോശ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ. എന്നിട്ട് നോക്കിയിട്ട് ഗൗരി നിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാവും ഇതിന് ഇത്രയും ടേസ്റ്റ്. അല്ലല്ല, നീ സ്നേഹത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് ഇത്രയധികം ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശങ്കറിൻ്റെ കഴിപ്പ്. പക്ഷേ എങ്കിൽ എന്തോ ഗൗരിക്ക് അത്ര ഇതൊന്നുമില്ല, ഒരു ചിരിയൊന്നുമില്ല, മുഖത്ത് ചിരിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. അപ്പോൾ എന്ന് കഴിഞ്ഞിട്ട് ശങ്കർ വിക്കി കേട്ടോ. തന്നെ ഗൗരി എഴുന്നേറ്റ് നമ്മുടെ ശങ്കറിനെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് തലയിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്താ പോയോ, ഇപ്പം ശരിയായോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല ഗൗരി, പിന്നെ എന്താ രുചിയും സന്തോഷവും സങ്കടവും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് അറിയാതെ ചുമച്ചു പോയതാ. ചുമ ഒരു അനുഗ്രഹം ആയതുപോലെ എനിക്കിപ്പോൾ തോന്നണം കേട്ടോ. എന്താന്ന് വെച്ചാൽ നിൻ്റെ കയ്യിൽ എൻ്റെ തലയിൽ തട്ടിയപ്പോൾ തന്നെ ചുമ മാത്രമല്ല കേട്ടോ, എൻ്റെ വിഷമം എല്ലാം മാറിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഹാപ്പിയായി. ശങ്കർ വേഗം തന്നെ എഴുന്നേറ്റു. അപ്പോൾ കൈയൊക്കെ കഴുകി അതിനുശേഷം ശങ്കർ ഇപ്പം തന്നെ ഒരുപാട് വൈകിട്ടോ, ശങ്കർ ചെല്ല എന്ന് പറഞ്ഞു. ഗൗരി ഞാൻ ഇപ്പം തന്നെ തിരിച്ചു പോവാട്ടോ, പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചാരങ്ങാട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വരും, എന്താണെങ്കിലും ഞങ്ങൾ വന്നിരിക്കും, നീ എൻ്റെ ഒപ്പം വരണം കേട്ടോ ഗൗരി എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ശങ്കർ നേരെ തൃശ്ശൂർക്ക് മടങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ നേരെ ശങ്കർ രാത്രിയാണാനായിട്ട് അങ്ങോട്ടും വണ്ടി ഓടിച്ച് പോവാണ്. അപ്പോൾ രാത്രി ഒരു ഭ്രാന്ത് കയറിയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. വന്നു ഗൗരിയെ കണ്ടു, നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ചാരങ്ങാട്ട് വീട്ടിൽ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും അപ്പോഴാണ് അറിയുന്നത്, നന്ദിനി താൻ എന്തൊക്കെയാണ് പറയണത്, ഇന്നലെ രാത്രി ശങ്കർ ഇവിടെ വന്നിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞു. അവൻ ഗൗരിയോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും ഷോക്കായിട്ട് കേൾക്കുകയാണ്. ഗൗരിയോട് സംസാരിച്ചെന്നോ, മുത്തശ്ശി എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിച്ചു. ഗൗരിമോളോട് സംസാരിച്ചാൽ മതിയെന്ന വാശിയായിരുന്നു അവന്, അതുകൊണ്ട് അമ്മ അത് സമ്മതിച്ചു കൊടുത്തോ, മുത്തശ്ശിക്ക് എന്നെ അച്ഛനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു ആദർശം. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് എണീറ്റ് വന്നുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോണില്ല എന്ന് എനിക്ക് അപ്പം അങ്ങ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോൾ ആരതിയും ആദർശും അച്ഛനും അമ്മയും ഗൗരിയും എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അന്നേരമാണ് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്താണ് ഇവർ കാര്യം ഡിസ്കസ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. പിന്നെ ഈ അമ്മ എന്തൊക്കെയാണ് പറയണത് എന്ന് ചോദിച്ചു. മുത്തശ്ശി ഇത് വളരെ മോശമായി പോയിട്ടോ എന്ന് പറഞ്ഞു ആദർശം. ശങ്കർ നമ്മുടെ ഗൗരിയെ കാണാൻ പാടില്ലായിരുന്നോ, ചേച്ചി എന്തിനാ അയാളെ കാണാൻ പോയത് എന്ന് ചോദിച്ചു ആരതി. അത് പിന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ ശങ്കർ തൃശ്ശൂരാണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ കോളിംഗ് ബെല്ലടി കേട്ടപ്പോഴത്തേനും ആ ശങ്കർ എന്നെ കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ,
എന്നാലും മോളെ എന്ന് പറഞ്ഞു, നിങ്ങൾ ആരും ഗൗരിയെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ പറഞ്ഞിട്ടാ അവൾ ശങ്കറിനെ കണ്ടത് എന്ന് മുത്തശ്ശി ഉടനെ ആ കാര്യം ഏറ്റെടുത്തു. അപ്പം ഞാൻ അതിനെ സമ്മതിച്ചില്ലായിരുന്നെങ്കിലേ അവനിവിടെ പ്രശ്നം ഉണ്ടാക്കിയേനെ. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നമുക്ക് മാത്രമായില്ല, അയൽക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായേനെ. അതെന്താ, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സമ്മതിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ പ്രതികരിക്കില്ല എന്ന് അവനറിയാം, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അച്ഛാ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദർശ്. അവൻ്റെ ഇങ്ങനത്തെ പ്രവൃത്തി കാരണം ഒരു എന്താ പറയുക, അവനോടുള്ള ഇത്തിരി സ്നേഹം കൂടി ഇല്ലാതായി എന്ന് പറഞ്ഞു. അല്ല ആദർശേട്ടാ, അവൻ നാളെ ഇതുപോലെ തന്നെ ചെയ്താലോ? ആരതിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരതി ഇങ്ങനെ പറയണം, അതെ, നമ്മൾ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കണ്ടേ ആദർശേട്ടാ? നമ്മൾ എന്ത് വേണമെന്ന് നീ പറയണത്? നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരേക്ക് ഗാർഹിക പീഡനത്തിന് അയാൾക്കെതിരെ കേസ് കൊടുത്താലോ എന്ന് ഉടനെ ആരതി പറയണം. ആരതി, നീ ഒന്നും മിണ്ടാതിരിക്കേ, ഒരു കേസ്, പോലീസ്, നീ എന്തൊക്കെ ഈ പറയണത് എന്ന് ചോദിച്ചു. നന്ദിനി അമ്മ ചൂടാവുകയാണ്. ശങ്കർ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവാ, അത് നീ മറന്നു പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ശ്യാമ കയറി ഇടപെട്ടോ. അല്ല നന്ദിനി, ദേ അവന് ഈ വീട്ടിൽ ആരും തടഞ്ഞില്ലല്ലോ, അവന് പാതിരാത്രി കയറി വരുന്നത് എന്തിനാ? അവർ വീട്ടിലേക്ക് കയറി വരുന്നതിന് സമയം കാലവും ഇല്ലേ? ശ്യാമേട്ടാ, ഇത് ശങ്കറിൻ്റെ കൂടി വീടല്ലേ, അവൻ്റെ ഭാര്യയെ കാണാൻ അവന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ, പിന്നെന്താ എന്ന് ചോദിച്ചു. അമ്മ എന്തിനാ ശങ്കറിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവനെ അങ്ങനെ ഇപ്പം നമ്മുടെ ഗൗരിയോട് ഇത്രയും സ്നേഹം ഉണ്ടായെങ്കിൽ എന്തിനാ അവൾ ഇത്രയധികം ക്രൂരത ഇവളോട് കാണിച്ചു കൂട്ടുന്നത്? അവൻ്റെ വീട്ടുകാരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് എൻ്റെ പെങ്ങളെ എന്തിനാ അവൻ നാണം കെടുത്തിയത് എന്ന് ചോദിച്ചോ. അവൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞ് ആദർശിന് കലി വന്നിട്ട് പാടില്ല. അപ്പോൾ ആദർശ് ഫുഡ് കഴിക്കാതെ അങ്ങ് എണീറ്റ് പോയിട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കലിപ്പ് ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, അത് കുറയുന്നതേ ഇല്ല. അപ്പോൾ ഇവരെല്ലാവരും ആകെ ധർമ്മസങ്കടത്തിലായി. മുത്തശ്ശി ഇങ്ങനെ നോക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഗൗരി പോയത്. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ വേണി ആകെ അപ്സെറ്റാണ്, വേണി ആകെ സങ്കടത്തിലാണ് കേട്ടോ. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും അച്ഛനും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ വേണിമോളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ രാധ ചോദിക്കുക, എന്താ വേണിമോളെ നീ ഭക്ഷണം കഴിക്കാത്തത്? ഈ കറി നിനക്ക് വലിയ ഇഷ്ടമല്ലേ, പിന്നെന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. നിനക്ക് കഴിച്ചൂടെ? എന്താ എന്തൊട്ട് ഇഷ്ടം എന്ന് ചോദിച്ചു. മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനമൊന്നും ഇല്ലെങ്കിൽ ഒന്നിനും ഒരു രുചി ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞു വേണി. നിന്റെ പാകത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. സാധാരണ എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്തോ ഇപ്പോൾ ഒരു രുചി വ്യത്യാസം പോലെ, എനിക്ക് കഴിക്കാനൊന്നും തോന്നണില്ല, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. നിനക്കിപ്പോൾ നിനക്ക് നിൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം പിടിക്കുമല്ലേ എന്ന് ചോദിച്ചു. ശേ, ഒരു കാര്യമില്ലാതെ എന്തിനാമേ ആ പാവ നന്ദിനിയമ്മയെ കുറ്റം പറയണത് എന്ന് ചോദിച്ചു. വേണി ചൂടായി. അയ്യോ, ഞാൻ അമ്മയമ്മയെ കുറ്റപ്പെടുത്തിയപ്പോഴേക്കും നിൻ്റെ സ്വഭാവമാകെ മാറിയില്ലോ. വേണി, നമ്മുടെ അമ്മയ്ക്ക് നാവ് ചൊറിഞ്ഞിട്ട് വയ്യാട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ അമ്മായിമ്മ പോരെടുക്കാൻ തീരെ വയ്യാഞ്ഞിട്ടാണോ ഇപ്പോൾ മകളോട് പോരെടുക്കാൻ വരുന്നത്? ഇതിപ്പോൾ വല്ലാത്തൊരു പുലിവാല തന്നെയാണല്ലോ എന്ന് ചോദിച്ചു. ശങ്കർ, ഞാനും വേണിയും തമ്മിൽ പലതും പറയും, നീ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ വേണിമോളുടെ കാര്യത്തിൽ അച്ഛൻ്റെ തീരുമാനം എന്തിട്ടാ എന്ന് ചോദിച്ചു ശങ്കർ. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ. അച്ഛാ, എൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലം അച്ഛൻ വിട്ടേക്ക് കേട്ടോ, അത് ഞാൻ എന്താണെങ്കിലും നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ വേണിമോളുടെ കാര്യമെങ്കിലും അച്ഛനൊന്ന് കാര്യമായിട്ട് ആലോചിക്കാം. നോക്ക്, അവൾ നല്ലപോലെ ആഹാരം കഴിക്കണില്ല, അവൾ നന്നായിട്ട് ഉറങ്ങണില്ല, മുഖത്ത് വിളർച്ച കണ്ടോ? അവളെ അവളുടെ ആദർശിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കച്ച. അച്ഛൻ വെറുതെ വേണിമോളുടെ ജീവിതം വെച്ച് കളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എടാ കുട്ടിശങ്കരാ എന്നൊരു വിളി. എടാ, ഇവിടെ വേണിമോളുടെ ജീവിതം വെച്ച് കളിച്ചത് ഞാനാണോടാ? കൊള്ളടാ, ഞാനാണോ മോനെ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എടാ ഇല്ലട്ടോ, ദേ ആ രക്തത്തിലെ ഈ അച്ഛനെ യാതൊരു പങ്കുമില്ല കേട്ടോ മോനെ എന്ന് പറഞ്ഞു. നീ ഒരുത്തൻ തന്നെയാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പെങ്ങളുടെ ലൈഫ് വെച്ചിട്ട് കളിച്ചിരിക്കുന്നത്. അത് നീ മറന്നു പോവല്ല. എൻ്റെ മോളുടെ ജീവിതം ഈ പരുവത്തിലാക്കിയതും നീ ഒറ്റ എടുത്തനാ കേട്ടോ എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു എന്ന് ശങ്കർ തന്നെ സമ്മതിക്കുകയാണ്. അവൻ്റെ ഒരു ഈച്ച ഡയലോഗ് കേട്ടില്ലേ? വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ അച്ഛൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്നും ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയോ എന്ന് ചോദിച്ചു. വേണി ഇവിടെയും ഗൗരി അവിടെയായിട്ട് ജീവിച്ചാൽ മതിയോ? അതെ, ഞാൻ ചോദിക്കുന്നത് കേട്ടല്ലേ അച്ഛാ,
അച്ഛനിപ്പോൾ എന്തിട്ടാ ചെയ്യേണ്ടതെന്നറിയോ? വേണിയെ തിരുവനന്തപുരത്ത് കൊണ്ടാക്കണം, എന്നിട്ട് ഗൗരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതോടെ സർവ്വ പ്രശ്നങ്ങളും അവസാനിക്കും. അതാദ്യം മനസ്സിലാക്കുക അച്ഛൻ എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും അച്ഛൻ വാശങ്കള. അച്ഛൻ്റെ മക്കൾ സന്തോഷമായിട്ട് കാണാനായിട്ടല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്? എന്താ അച്ഛാ, ശരിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ എന്താ വേണ്ടത്? എൻ്റെ ഗൗരിയെ എനിക്ക് തിരിച്ചു വേണം. അതുപോലെ തന്നെയാണ് അതേ വേണിമോളുടെ കാര്യവും. അത് അച്ഛൻ ആദ്യം മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞാലും ആദർശം എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ, ജീവൻ്റെ ജീവൻ. അവളൊന്ന് സ്നേഹിച്ച് തുടങ്ങിയതാ. അപ്പോഴാ അച്ഛൻ അവിടുന്ന് അറുത്ത് മാറ്റിക്കളഞ്ഞത്. അച്ഛനൊരു കാര്യം ചെയ്ത് നോക്കിയേ, വേണിമോളെ തിരുവനന്തപുരത്തേക്കൊന്ന് കൊണ്ടാക്കിയേ. അപ്പം അവളുടെ പഴയ എനർജി തിരിച്ചു കിട്ടും. ഇപ്പം കണ്ടില്ലേ അവളെ ഒഴിഞ്ഞു കുത്തിയിരിക്കണത്? ഒന്ന് സമ്മതിക്കണ്ട അച്ഛാ, അച്ഛൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പത്തേനും അവസാനം ഒരു ചിരി ഇരിച്ചിട്ട് ശരിടാ എന്ന് പറഞ്ഞു. ഞാനേ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു അവസാനം. അപ്പം രാധ ഇങ്ങനെ നോക്കുക, നമ്മുടെ വേണിമോളെ തിരുവനന്തപുരത്ത് കൊണ്ട് ആക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്. പിന്നെന്താ അച്ഛാ ഒരു പക്ഷേ എന്ന് ചോദിച്ചു. പറയാം. അതെ, ഇനി എന്ത് പറഞ്ഞിട്ടാ, ഇനി എന്ത് വള്ളിക്കെട്ടാ പറഞ്ഞോ? എടാ, ഇത് വേറല്ല ഒന്നും അല്ലടാ. ഇതേ ഒരു നിമിഷവും ഈ വീട്ടിൽ നിൽക്കില്ലാന്ന് എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് പോയ ആളാ നിൻ്റെ പെണ്ണ്. അതുകൊണ്ടാണ് ഞാനീ പറയണത് എന്ന് പറഞ്ഞു. അത് അവളെ ദേ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണതിൽ എനിക്ക് യാതൊരു പരാതിയില്ല, യാതൊരു പരിഭവവും ഇല്ല, സങ്കടവും ഇല്ല. എന്നാൽ നിൻ്റെ സന്തോഷമല്ലേ, നിൻ്റെ സന്തോഷം തന്നെയല്ലേടാ എൻ്റെ സന്തോഷം കുട്ടിശങ്കര. അതിന് വേണ്ടിയിട്ടല്ലേ. പക്ഷേ അവൾ ചെയ്ത തെറ്റുകൾക്ക് അവൾ മാപ്പ് പറയണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവൾ മാപ്പ് പറയാൻ തയ്യാറായാൽ വീണ്ടും ഈ വീട്ടിലേക്ക് വരണമുണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഗൗരി മാപ്പ് പറയുവച്ചാ മാപ്പ് പറയും എന്ന് പറഞ്ഞു. അതെ, ഇവനവൻ്റെ ഭാര്യയെക്കുറിച്ച് നന്നായി അറിയാം കേട്ടോ എന്ന് പറഞ്ഞു രാധ. എന്താ ഗൗരി മാപ്പ് പറയുമെന്ന് ഡൗട്ടുണ്ടോ? അമ്മയുടെ ഡൗട്ട് ഒരൊന്നും വേണ്ട കേട്ടോ, ഗൗരി മാപ്പ് പറയട്ടോ. ഞാൻ ഉറപ്പ് പറഞ്ഞില്ലേ, പിന്നെന്താ എന്ന് ചോദിച്ചു. ആരും മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ എനിക്കെൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വേണിമോളെ നീ സമാധാനമായിട്ടിരിക്കുക. അതെ, ഗൗരി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അപ്പം അതോടെ പ്രശ്നം അവസാനിക്കും. നിനക്ക് ശംസാറിൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. എന്താ സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ശങ്കർ വേഗം തന്നെ എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതെ മതിയുടെ ഡയലോഗൊക്കെ അടിച്ചത് മതി, നീ വേഗം കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. കഴിക്കലൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ, ഞാൻ എത്രയും വേഗം പോയി ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഏട്ടാ സൂക്ഷിച്ചു പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു വേണി. അതൊക്കെ അത്രയേ ഉള്ളൂ, ഞാൻ ചടയേന്ന് പോയി ഗൗരിയെ കൂട്ടി ചടയേന്ന് ഇങ്ങോട്ട് വരാം പോരെ എന്ന് പറഞ്ഞ് ശങ്കർ പോവാണ്. കൈ കഴിവില്ലല്ലോ, അയ്യേ ഞാൻ മറന്നു പോയോ എന്ന് ഓർത്ത് ഒന്ന് സൗകര്യമായിട്ട് വന്നതായിരുന്നു. ഇനി അവളെ വീട്ടിലേക്ക് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛാ എന്ന് ചോദിച്ചു ശേഖർ. എടാ പൊന്നു മോനെ ശേഖര, നീയേ അച്ഛനെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ എന്ന് മാത്രം പറഞ്ഞു. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ഈ ചാരങ്ങാട്ട് മഹാദേവന് നന്നായി അറിയാം, മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം ശേഖരം ഉണ്ടായിരിക്കണം. മഹാദേവനെ വെല്ലുവിളിച്ച ഒരാളോടെ മഹാദേവൻ ക്ഷമിക്കാറില്ല, അത് നിനക്കറിയാലോ. പിന്നെ നീയേ ഒരു കാരണവശാലും ഗൗരി ഈ വീട്ടിലേക്ക് ചാരങ്ങാട്ട് വീട്ടിലേക്ക് തിരികെ വരില്ല എന്ന് തന്നെ ഉറപ്പ് പറയാണ്. അപ്പോൾ ഇവരെല്ലാവരും കണക്ക് കൂട്ടി തന്നെയാണ് എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായി കേട്ടോ. അപ്പോൾ വേണിക്കാണ് ആകെ ധർമ്മസങ്കടത്തിലായത്. ഇതെന്താ അച്ഛൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർഭായി നേരെ തന്നെ അതേ വെച്ച് പിടിപ്പിച്ചു തിരുവനന്തപുരത്തേക്ക്. രാവിലെ എത്തിയതേ ഉള്ളൂ, അടുത്ത ട്രിപ്പ് അതേണ്ട നേരെ അങ്ങോട്ടേക്ക് തന്നെ പോയിരിക്കുകയാണ് ഗൗരിയെ കൂട്ടാൻ. അപ്പം നമ്മുടെ ഐത്തും ജോജും കൂടെ ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾക്കാർ രണ്ടുപേരും. എടാ ജോജു, ഒടുവിൽ നമ്മുടെ ശങ്കർഭായി തന്നെ വിജയിച്ചു അല്ലടാ എന്ന് ചോദിച്ചു. ശങ്കർഭായിയുടെ മുഖത്തെ സന്തോഷം കണ്ടോ? എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റ് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്താണ് ശങ്കർഭായിക്ക് കഴിഞ്ഞല്ലോ. ഭാഗ്യമുണ്ട് കേട്ടോ, ഭാഗ്യം. അത് പിന്നെ നമ്മുടെ ശങ്കർഭായിയുടെ വാശിക്ക് മുന്നിൽ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? പിന്നല്ല. അതെ അതറിയാലോ, എന്നെക്കാളും വാശിയാണ് നമ്മുടെ അച്ഛന്, അറിയാലോ. ഡബിൾ വാശി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ കാര്യമാവുമ്പം അച്ഛൻ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യൂട്ടോ. ഞാൻ വേദനിക്കുന്നതേ അച്ഛന് സഹിക്കാൻ പറ്റില്ല, അതെനിക്ക് നന്നായി അറിയാട്ടോ. അല്ലെങ്കിൽ തന്നെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ വേദന എന്താണെന്ന് ആർക്കാ സഹിക്കാൻ പറ്റുക അല്ലേ ശങ്കർഭായ് എന്ന് ചോദിച്ചോ. പറ്റില്ലെന്നേ, ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു ആയിത്ത്. അപ്പോൾ ജോജു പറയാണ്, ഒരാത്മാർത്ഥ സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ ഭയങ്കര സിഗ്മയാണെന്ന്.
ഇപ്പം എങ്ങനെയുണ്ടാന്ന് ചോദിച്ചോ. ഞാൻ സിഗ്മ തന്നെ കേട്ടോ മോനെ, നല്ല അസല് 916 സിഗ്മ, അറിയോ നിനക്ക് എന്ന് ചോദിച്ചു. നമ്മുടെ കൂട്ടത്തിലെ ശങ്കർബായിയെ ഇപ്പം ലെഫ്റ്റ് ആയിട്ടുള്ളൂ. എൻ്റെ അയത്തെ ജോജോ, നീയൊക്കെ ഒന്ന് നിർത്തൂടാ എന്ന് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരുന്നതേ അങ്ങനെ ഇപ്പം ലേറ്റാക്കി വെക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, വലിയൊരു സ്വീകരണത്തോടെ വേണം നമുക്ക് ചെണ്ടമേളവും നമ്മുടെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഗൗരിക്ക് ഒരു വലിയ സർപ്രൈസ് ആയിരിക്കണം, മനസ്സിലായോടാ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ ഏറ്റു ശങ്കർബായി. പക്ഷേങ്കിൽ ഒരു കാര്യം ഇവിടെ കേട്ടോ, ഞങ്ങൾ എന്തിട്ടാ ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. എടാ ജോജു, നമ്മുടെ ശങ്കർബായി ഏട്ടത്തിൻ്റെ കയ്യും പിടിച്ച് ശ്യാം സാറിൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക് വരണം. അപ്പം തന്നെ നമ്മൾ ചെണ്ടമേളം സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. അങ്ങനെയല്ലേ ശങ്കർബായി എന്ന് ചോദിച്ചോ. സീൻ ഓക്കെ, അതെ ജൈത്ത് ജോജു, അത് നമുക്ക് ചെറിയൊരു വെടിക്കെട്ടൂടെ ആയാലോ എന്ന് ചോദിച്ചോ. വെടിക്കെട്ട് വേണോ എന്ന് ചോദിച്ചു ജോജു. വെടിക്കെട്ടിന് എന്നിട്ടാടാ കുഴപ്പം എന്ന് ചോദിച്ചു അയിത്ത്. ശങ്കർബായിക്ക് വെടിക്കെട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെടിക്കെട്ട് നടത്തിയിരിക്കും, ഒരു 1.5 വെടിക്കെട്ട് പോരെ. അപ്പം അതുകൊണ്ടല്ല കേട്ടോ ഇത്തെ ഞാൻ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫസറുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, നമ്മൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു വെടിക്കെട്ടൊക്കെ നടത്തിയാൽ ഇനി അവർക്ക് പെട്ടെന്ന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ, അത് കാഞ്ഞു പോവാങ്ങാനും ചെയ്താലോ എന്ന് ഓർത്തിട്ടാ. അത് ശരിയാണ് കേട്ടോ എന്ന് ശങ്കരൻ പറഞ്ഞു. ശരിയാ, ഇനി ഇപ്പം അത് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ 16 ചടങ്ങ് അങ്ങനെയൊക്കെ ഭയങ്കര മെനക്കേടാ. അതുകൊണ്ട് വേണ്ട കേട്ടോ, വെടിക്കെട്ട് വേണ്ട കേട്ടോ, ചെണ്ടമേളം മാത്രം മതി എന്ന് പറഞ്ഞ് ഇവരൊതുക്കണം. അതാ നല്ലത് എന്ന് അയിത്തും പറഞ്ഞു. അപ്പം കാലുവരെ നമുക്ക് നല്ല ആഘോഷമായിട്ട് നമ്മുടെ ഏട്ടത്തിയെ ഇവിടുന്ന് തൃശ്ശൂർക്ക് അങ്ങ് കൊണ്ടുപോകാം. അപ്പം മറക്കണ്ട കേട്ടോ, ഞാൻ എൻ്റെ ഗൗരിയുടെ കയ്യും പിടിച്ച് ശ്യാംസാറിൻ്റെ പടി ഇറങ്ങുന്നതും ചെണ്ടമേളം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതേണ്ട നമ്മുടെ ശങ്കർ വീണ്ടും നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെയുണ്ട്, ആദർശും വേണിയും നമ്മുടെ ഗൗരിയും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൗരി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ കാര്യം പറയുകയാണ്, ശ്യാംസാറെ, നമ്മുടെ കല്യാണം പെട്ടെന്നല്ലേ നടന്നത്, അതിൻ്റേതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം നന്നായിട്ട്. എൻ്റെ ഭാഗത്തുണ്ട് ഇല്ലെന്നല്ല, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള അധിക സമയമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ ഗൗരി എന്ന് ചോദിച്ചു. അതെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. എല്ലാ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഗൗരിയെ തല്ലാൻ പാകില്ലായിരുന്നോ, ഗൗരിയുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു. ഇനി അതൊന്നും നമുക്ക് പറയണ്ട, ഇനി മുന്നോട്ട് അങ്ങോട്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതെ നോക്കിയാൽ മാത്രം മതി. ഇതെന്താ പ്രശ്നമെന്നറിയോ നമ്മുടെ ശ്യാം സാറേ, എൻ്റെ വാക്കിന് ഒരു വിലയും തരില്ല, എൻ്റെ വാക്ക് ഒന്നും തന്നെ കേൾക്കില്ല, അനുസരിക്കുകയില്ല. അത് തന്നെയാണ് പ്രശ്നം. ഞാൻ ഗൗരിയുടെ ഹസ്ബൻഡല്ലേ, അപ്പം പിന്നെ അവൾക്ക് ഞാൻ പറയണത് അനുസരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്യാം സാറേ, പറയുക എന്ന് ചോദിച്ചു. സാരമില്ല കേട്ടോ, എല്ലാം മറക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്താ അതുപോലെ ബോനെ ശങ്കറെ എന്ന് വിളിച്ചു ശംസാറ്. നടന്നതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായന, അത് സംഭവം ശരി തന്നെയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യുക, എന്തായാലും നീ എന്താണെങ്കിലും ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നല്ലോ, സന്തോഷം. പക്ഷേ ശങ്കറെ എന്ന് ചോദിച്ചു. ഇനി എന്തുട്ടാ സംസാറേ ഒരു പക്ഷേ എന്ന് ചോദിച്ചു. മറ്റൊന്നും അല്ല ശങ്കറെ, നിനക്കെൻ്റെ മോളോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും, ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നിൻ്റെ അച്ഛൻ വന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഗൗരിയെ അപ്പം കൂടാം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കണം. അപ്പം നന്ദിനി പറഞ്ഞു, ശ്യാമേട്ടാ അങ്ങനെ ഒരു പിടിവാശിയുടെ കാര്യമുണ്ടോ, കഴിഞ്ഞതൊക്കെ മറന്ന് മുന്നോട്ട് പോകുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് നന്ദിനി ഇങ്ങനെ ഒരഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്യാം സാറേ, നന്ദിനി അമ്മ പറഞ്ഞ കേട്ടോ ഇപ്പം അതിൻ്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു. നമുക്ക് മുന്നോട്ടുള്ള കാര്യം ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഗൗരി നീ പോയി റെഡിയായേ എന്ന് പറഞ്ഞു. നമുക്ക് ഇറങ്ങാം. ശങ്കരേ, നീ പറഞ്ഞത് സത്യം തന്നെയാണോ, നിൻ്റെ അച്ഛൻ പൂർണ്ണ സമ്മതത്തോടെ പറഞ്ഞിട്ടാണോ ചാരങ്ങാട്ടേക്ക് ഗൗരിയെ കൂട്ടിക്കൊണ്ട് പോണത്, മഹാദേവ സമ്മതിച്ചാണോ? എനിക്കെന്തോ അതിലത്ര വിശ്വാസം വരുന്നില്ല, അതായി ചോദിക്കണത്. മഹാദേവൻ്റെ സമ്മതം ഇല്ലാതെ ഗൗരിമോളെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ പേരിൽ നിൻ്റെ വീട്ടിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കണത് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ശംസാറെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ചോദിക്കുകയാണ്, ശങ്കർ സത്യം പറ, അച്ഛൻ സമ്മതിച്ചിട്ട് തന്നെയാണോ?
നിങ്ങളുടെ അച്ഛൻ അങ്ങനെ തന്നെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഗൗരി പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയണത് എന്ന് ചോദിച്ചു. നീ നിനക്ക് അത്രയ്ക്ക് സംശയമാണ്, നീ ഒരു കാര്യം ചെയ്യുക, അച്ഛനെ വിളിച്ച് നേരിട്ടൊന്ന് സംസാരിക്കാം. അപ്പം എന്തേ അത് വേണോ എന്ന് ചോദിച്ചു ശങ്കർ. അല്ല അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ഗൗരി. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണതിൽ അച്ഛൻ ഒരു എതിർപ്പും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ലാന്നേ, ഒരു എതിർപ്പും പറഞ്ഞില്ലാന്നേ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ എന്തോ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു നിസ്സാര കാര്യം എന്ന് പറഞ്ഞു. എന്താ അത് എന്ന് ചോദിച്ചു. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.